കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ് കണ്ണ്, അല്ലേ? എത്ര നേരമാണ് കണ്ണിങ്ങനെ വെട്ടുന്നത്? സ്തോത്രം. നമ്മളത് കൗണ്ട് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ കണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിനകത്ത് വെള്ളം, ഇല്ലേ? കണ്ണുനീര്. സ്തോത്രം. ആവശ്യത്തിനുള്ള വെള്ളം ഡ്രൈ ആകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, കണ്ണിന്റെ കവറിംഗ് ആയ പീലികൾ, അല്ലേ? ഇനി പിരികം, ഇതെല്ലാം ദൈവത്തിന് ഇതിനൊക്കെ ഭയങ്കര പരിപാടിയില്ല ദൈവം സൃഷ്ടിച്ചേക്കുന്നത്, കേട്ടോ. അതുകൊണ്ട് ബൈക്കെടുത്ത് ഇങ്ങനെ ചീർപ്പാഞ്ഞു പോകുമ്പം ഒരു സീറോ പോയിന്റുള്ള ഒരു കണ്ണാടിയൊക്കെ മേടിച്ചു വെച്ചാൽ ഈ പ്രകൃതിയിലുള്ള പൊടിപടലങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിങ്ങനെ കണ്ണിലേക്ക് അടിച്ചു കയറുക. അപ്പം കണ്ണിനുള്ളിൽ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ ക്രാക്കുകൾ വീഴാൻ തുടങ്ങും. നമ്മൾ കാണത്തില്ല, ചെറിയ ലെൻസാണ് കണ്ണിൻ്റെ ഉള്ളിൽ. കൃഷ്ണമണി, ഇല്ലേ? കൺമണി. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണ് വളരെ സൂക്ഷിക്കണം. കാരണം കണ്ണില്ലാത്തപ്പം കണ്ണിൻ്റെ വില അറിയുള്ളൂ. സ്തോത്രം. ഒരിക്കലും ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി മാനന്തവാടിയിലേക്ക് വരികയാണ്, ഇരിട്ടിയിൽ നിന്ന്. അപ്പം നെടുമ്പോയിൽ നിന്ന് എനിക്കൊരു ബസ് കിട്ടി. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ കാല് കുത്താൻ സ്ഥലമില്ല, KSRTC. ഒരു വിധത്തിൽ ഞാൻ അതിനകത്ത് കയറിപ്പറ്റി. അത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോവുക മാനന്തവാടിയിലിട്ട്. അതുകൊണ്ട് രാവിലെ ഞാൻ ഉപവാസത്തിലാണ്. വണ്ടിക്കകത്ത് കയറി നിന്നു. ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞു. വണ്ടി ഏന്തി വലിച്ചാ പോകുന്നത്. ഭയങ്കര ലോഡാണ്, കാരണം അതുപോലെ ആളാ. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തിരക്ക്. പണിക്ക് പോകുന്നവരതിനകത്തുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, പല വിധത്തിലുള്ള ആളുകളുണ്ട്. അതിനടുത്ത് ഇടയ്ക്ക് സ്കൂൾ കുട്ടികൾ അതിനകത്ത് കുറച്ച് പേര് കയറിയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര തിരക്കാണ്. ഞാൻ അവിടെ നിന്ന് കയറി വണ്ടി ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിലേക്ക് പെട്ടെന്ന് ഒരു മങ്ങൽ കയറി വരുന്നു. മങ്ങൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശമായിട്ടിരുന്ന, പക്ഷെ മെല്ലെ 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 രാവിലെ 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, നേരെ വീട്ടുക എൻ്റെ കണ്ണിനകത്ത്. ഞാൻ ഇങ്ങനെ നോക്കുമ്പം ബസ്സിനകത്തെല്ലാം ഇരുട്ടും വ്യാപിച്ചു. പട്ടാപ്പകലാന്ന് നോക്കണേ. ഞാൻ ഡ്രൈവറെ ഇങ്ങനെ തലയെത്തി നോക്കുന്നുണ്ട്. ഡ്രൈവർ ഒരു നിഴല് പോലെ അങ്ങനെ വന്ന് കണ്ണ് ഇരുട്ട് കയറി മൂടി. ശരിക്കും ഇരുട്ട് കയറി മൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത പരിവായി. കണ്ണ് ഞാനിങ്ങനെ മിഴിച്ചു നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന്. ഒന്നും കാണത്തില്ല. മാനന്തവാടി അവിടെ നിന്ന് എത്തണമെങ്കിൽ എങ്ങനെ വന്നാലും 1.5 മണിക്കൂർ വേണം മാനന്തവാടി എത്തണമെങ്കിൽ. അത്ര കയറ്റം. പേരിയ ചുരം കയറണം. വണ്ടി പേരിയ ചുരം കയറി മാനന്തവാടി എത്തുമ്പോഴത്തേക്ക് എങ്ങനെ വന്നാലും 1.5 മണിക്കൂർ വേണം. സ്വത്രം. എൻ്റെ ദൈവമേ, എന്നെ വേർക്കാൻ തുടങ്ങി. ശരിക്കും വെട്ടി വേർക്കുക. എൻ്റെ അടുത്തിരുന്ന, അല്ലെങ്കിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഒരു കമ്പിച്ചാരി നിൽക്കുകയാണ്. എൻ്റെ അടുത്തിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ പരാക്രമമെല്ലാം കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി. അയാൾ എന്നോട് ചോദിച്ചു, എന്താ പറ്റി നിൽക്കാൻ പറഞ്ഞ്. ചേട്ടാ, ഞാൻ കയറുമ്പോൾ എൻ്റെ കണ്ണ് എനിക്ക് കാണാമായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഒന്നും കാണത്തില്ല. അതെ, നിങ്ങളെ വെട്ടി വേർക്കുന്നുണ്ടല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ പരീക്ഷിക്കുകയാണ്. പുള്ളി പോക്കറ്റിൽ നിന്ന് ഒരു പേനയാന്ന് തോന്നുന്നു, അതെടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പേനയാണ് നിങ്ങളെ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കാണത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പൈസയാണ് നിങ്ങളെ കാണിച്ചത്. 10 രൂപയുടെ ഒരു നോട്ടായിരുന്നു. എൻ്റെ പ്രിയരെ, ചുരുക്കി പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യൻ മെല്ലെ സീറ്റിൽ നിന്ന് എഴുതിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോളാം, നീ ഇരുന്നോളാം പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അടുത്തിരിക്കുന്ന ആളെ തപ്പി നോക്കുക. കണ്ണ് പോയിട്ട് കണ്ണ് കാണുന്നില്ല. തപ്പി നോക്കുമ്പം അയാളോട് പറഞ്ഞ്, തപ്പണ്ട, എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാന്ന് പറഞ്ഞു. എൻ്റെ പ്രിയരെ, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് ഉരുകി പ്രാർത്ഥിക്കുക. എൻ്റെ ശബ്ദം ഈ അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാം, നിൽക്കുന്ന ആൾക്ക് കേൾക്കാം. ഞാൻ ദൈവത്തോട് പറയാണ്, കർത്താവേ, ദൈവമേ, എന്തെങ്കിലും കുറവശം വന്നിട്ടുണ്ട്, ക്ഷമിക്കണമേ കർത്താവേ. ഞാനിനി മാനന്തവാടി ചെന്നിട്ട് എങ്ങനെ താഴേക്ക് ഇറങ്ങും? ബസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങും? എനിക്ക് കണ്ണ് കാണത്തില്ല കർത്താവേ, എൻ്റെ കാഴ്ച പോയി.
എന്നും പറഞ്ഞ് എൻ്റെ വെപ്രാളം നിങ്ങൾ ചിരിക്കും. പക്ഷെ ഞാൻ ആ വണ്ടിക്കകത്തിരുന്ന് അനുഭവിച്ച വെപ്രാളം, ആമേൻ, അതിനകത്തെ വെപ്രാളം എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും, അതാണ് ഞാൻ അനുഭവിച്ചത് ആ വണ്ടിക്കകത്തിരുന്ന്. ഒന്നാമത് ഈ ഉള്ളിലെ ഭയവും ഈ കണ്ണും കാണാത്ത അവസ്ഥയും കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ദേഹം മുഴുവൻ വേർത്ത് കുളിച്ച് ഒന്നും പറയണ്ട പ്രിയരെ. അങ്ങനെ ചുരം കയറി വണ്ടി മേലെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി കുറച്ച് ദൂരമുണ്ട് മാനന്തവാടിക്ക്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കണ്ണും പോയി കർത്താവേ, ഞാൻ ഇനി അങ്ങേക്ക് വേണ്ടി ഓടിക്കോളാം, ഞാൻ എന്ത് വേണം ചെയ്തോളാം, എത്ര കാലം വഴി ഞാൻ ഉപസിച്ചോളാം, പ്രാർത്ഥിച്ചോളാം. ഭയങ്കര നമുക്ക് അങ്ങനെ അന്നേരമൊക്കെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ തീരുമാനം പ്രതീക്ഷയൊക്കെ എടുക്കുന്നത്. എൻ്റെ പ്രിയരെ, ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞ ശരിക്കും ഭയന്നു, വിറച്ച്, പേടിച്ച്, എന്തെല്ലാം വാക്കുപയോഗിക്കാമോ അതെല്ലാം ആയി. സ്വതന്ത്രം. വണ്ടി തലപ്പുഴ എത്തി കേട്ടോ, തലപ്പുഴ എത്തി. ഇനി കുറച്ച് ദൂരം കൊണ്ടേ ഉള്ളൂ, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. മാനന്തവാടിക്ക് തലപ്പുഴ എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ, എൻ്റെ അടുത്തിരുന്ന ആൾ എന്നെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തെങ്കിലും കാണുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം അയാൾക്കും പേടിയായി. ദൈവമേ, ഇനിയിപ്പോൾ ഞാൻ എന്നോട് പറയാം, മാനന്തവാടി എത്തുമ്പോൾ പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇറക്കി എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ട അവിടെ കൊണ്ട് വിട്ടോളാം എന്നൊക്കെ പുള്ളി എന്നോട് പറയുന്നുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാനാന്ന് തോന്നുന്നു. എന്തായാലും പ്രിയരെ, തലപ്പുഴ എത്തിയപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കാണാമോ? ഞാൻ പോയി ഒന്നും കാണത്തില്ല. തലപ്പുഴയിൽ നിന്ന് വണ്ടി KSRTC മണിയല്ലേ, ടീം അടിക്കുന്ന ഞാൻ കേട്ടു. ആ ടീം അടി ഫ്രണ്ടിൽ മാത്രമല്ല, ഈ വള്ളി വലിക്കുമ്പോൾ ആ വള്ളി നേരെ ഈ വണ്ടിയുടെ ബോഡിയിലും കൂടെ തട്ടിയിട്ട് ചൂരലിൽ അടിക്കുന്നവരുള്ള അടിയാ. നമുക്ക് പുറകെ ഇരിക്കുന്നവർക്ക് ചൂരലിൽ അടിക്കുന്ന അടിയും കേൾക്കാം, ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും മണിയടിക്കുന്ന ശബ്ദവും കേൾക്കാം. ഇതാണ് KSRTC അന്നത്തെ മണിയുടെ അവസ്ഥ. ഓക്കെ, എന്തായാലും കുറച്ചുകൂടി നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അയാളെന്നോട് വേണ്ടി ചോദിച്ചു, എന്തെങ്കിലും കാണാമോ? ഞാൻ പറഞ്ഞ നിഴല് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. നിഴല, ക്ലിയർ ഇല്ല, നിഴല് പോലെ എന്തോ കാണാം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ എന്നോട് ചോദിച്ചു, ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു. എന്നിട്ട് അയാളെൻ്റെ ദേഹത്ത് വീശി തരുന്നുണ്ട് ഒരു പേപ്പർ വെച്ച്. എൻ്റെ കയ്യിലൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേർപ്പൊക്കെ മെല്ലെ താന്നു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഇപ്പം എന്തെങ്കിലും കാണുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയരെ, എന്നിട്ടും ക്ലിയർ ആയില്ല. അദ്ദേഹം പിന്നെ എന്നെ വീശിക്കൊണ്ടിരുന്നു. ഞാൻ ഇച്ചിരൂടെ കുറച്ചുകൂടെ വണ്ടി അങ്ങ് പോയി. മാനന്തവാടി എത്തുന്നതിന് മുമ്പ് ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പമ്പ് അന്ന് അവിടെ പമ്പില്ല. സ്തോത്രം. ആ പമ്പിന്റെ അടുത്തെത്തി. ഇപ്പോഴാ പമ്പ് അവിടെ ഉണ്ട്. ആ പമ്പിന്റെ അടുത്തെത്താനായപ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു, അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ അടുത്തെത്തിയ വണ്ടി. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഇപ്പൊ കാണാതെ. ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഡ്രൈവർ ഇരിക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. അടുത്തിട്ടുള്ളതൊന്നും കാണത്തില്ല, ഡ്രൈവർ ഇരിക്കുന്നത് കാണാം, അത്ര ദൂരം എനിക്ക് കാണാമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വീശിക്കൊണ്ടിരിക്കുന്നു. വണ്ടി മാനന്തവാടി ടൗണിലോട്ടെത്തി. എന്നോട് ഇപ്പം വല്ല കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് ആൾക്കാരെയൊക്കെ കാണാം, പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ല, ആളുകളുടെ ഷേപ്പ് കാണാം. എൻ്റെ പ്രിയരെ, KSRTC മാനന്തവാടി KSRTC സ്റ്റാൻഡിലേക്ക് വണ്ടി കയറുമ്പം എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. സ്തോത്രം. കാഴ്ച എനിക്കതുപോലെ തിരിച്ചു കിട്ടി. ഞാനന്ന് രാവിലെ അവിടെ വർഷിപ്പ് ചെയ്യാൻ ചെയ്യുന്നു. സ്തോത്രം. ഒരു ഭയങ്കര അഗ്നിയുടെ അഭിഷേകത്തിന്റെ ശക്തിയായിരുന്നു അന്ന് പകലത്തെ വർഷിപ്പ്. ആമേൻ. 11 മണിയായപ്പോഴത്തേക്ക് ഞാൻ ആ മീറ്റിങ്ങിനെത്തി. ആ മീറ്റിംഗിൽ ശക്തമായ ആരാധന ഞാൻ ലീഡ് ചെയ്തു. എനിക്കറിയത്തില്ല, ഞാൻ അതുപോലെ ആരാധന ലീഡ് ചെയ്തിട്ടില്ല. അന്ന് എനിക്ക് കീബോർഡില്ല. അവരെവിടെയോ സംഘടിപ്പിച്ചൊരു കുഞ്ഞു കീബോർഡിനകത്താണ് ഞാൻ വായിക്കുന്നത്. സ്തോത്രം. ചാടി മറിഞ്ഞ് ദൈവത്തെ ഞാൻ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, കണ്ണ് പോയാലുള്ള അവസ്ഥ എന്നാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നാൽ ഇവിടെ ഒരു മനുഷ്യന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, കാഴ്ച കളഞ്ഞു. വേറെ ആരുമല്ല, ശിംശോന്റെ ഇല്ലേ? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി. കണ്ണു കുത്തിപ്പൊട്ടിച്ചു, കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. സ്തോത്രം. ജന്മന അന്ധന്മാരായ ആളുകളുണ്ടല്ലേ, പക്ഷെ അവർക്ക് ദൈവം പ്രത്യേക കൃപയും പ്രത്യേക കഴിവും ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഇനി ഒരു കാര്യത്തിനകത്ത് ഞാൻ കടത്തി പറയട്ടെ, കണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് കാഴ്ചയില്ലെങ്കിലും അവർക്ക് ഉൾക്കാഴ്ച ദൈവം ഭയങ്കരമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം.
ഒരു കണക്കിന് ഈ ലോകത്തിൽ ഒരു മ്ലേച്ഛതയും കാണാതെ അവർക്ക് കാഴ്ച ലഭിക്കുമ്പോൾ നേരിട്ട് കർത്താവിനെ കാണാനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ടാകുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലോകത്തിലെല്ലാം മാലിന്യം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ ആത്മീയ കണ്ണും പിശാച് കുത്തിപ്പൊട്ടിച്ചോ എന്ന് ഇന്ന് രാവിലെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ അകത്തെ കണ്ണേ സ്തോത്രം പോയോ? ആത്മീയമായുള്ള ദർശനം നഷ്ടപ്പെട്ടോ? ആ ദർശനം നഷ്ടപ്പെട്ടെങ്കിൽ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, സഭക്കാർക്കെല്ലാം നമ്മളൊരു കോമാളിയായി പോകും കേട്ടോ. നല്ല കാഴ്ചയുണ്ട്, ദൈവകൃപയുണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു ശിംശോൻ. അവനെ കണ്ണം കുത്തിപ്പൊടിച്ചു. നീ ഇനി ഒന്നും കാണണ്ട, കണ്ടാലല്ലേ നീ എന്തിനു ചെയ്യുള്ളൂ, ഇതുവരെ നീ കണ്ടതൊക്കെ മതി മക്കളെ എന്നും പറഞ്ഞ് ആ ഫെലിസ്ത്യര് അവന്റെ കണ്ണ് രണ്ടും കുത്തിപ്പിടിച്ചു. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാംസളമായി 2 കണ്ണുണ്ട്, പക്ഷെ നിങ്ങളുടെ ആത്മാവിലുള്ള കണ്ണെന്തിയെ? അടഞ്ഞിരിക്കുകയാണോ, തുറന്നു വെച്ചിരിക്കുകയാണോ? ആത്മാവിലുള്ള കണ്ണ് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളെ കാണാൻ കഴിയില്ല. സ്തോത്രം. ഈ രാവിലെ സമയം ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്റെ കൃപ ചോർത്തി കളഞ്ഞിട്ട് ഫെലിസ്ത്യന്റെ കൈപ്പെട്ടോ? ഞാൻ അവർ തന്നെയാണോ എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത്, അതോ ഞാൻ തന്നെയാണോ എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത്? ഈ രാവിലെ ചിന്തിക്കണം. സ്തോത്രം. ദൈവം തന്ന കൃപ എവിടെ? ദൈവം തന്ന ശുശ്രൂഷ എവിടെ? ദൈവം തന്ന ആത്മീയ വിവേചനം എവിടെ? സ്തോത്രം. കണ്ണുപോയോ? ഈ രാവിലെ ദൈവസന്നിധിക്ക് വരാം. കർത്താവ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് പറഞ്ഞ ദൈവത്തോട്, കർത്താവ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് ആത്മീയ കണ്ണും തുറന്നു തരണം. കണ്ണു തുറക്കാൻ അവരെ പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, ഞങ്ങളുടെ കണ്ണിന് അന്ധത പിടിച്ചോ എന്ന് ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ ഈ രാവിലെ സമയം ഞങ്ങളെ സഹായിക്കുന്ന ഒറ്റ സ്തോത്രം. കർത്താവേ, കാഴ്ച നഷ്ടപ്പെട്ടവരായി ഈ ലോകത്തിൽ കോമാളികളായി തീരാതെ, ആമേൻ, ആത്മീയ കണ്ണ് പ്രാപിച്ചവരായി, ഹൃദയദൃഷ്ടി പ്രാപിച്ചവരായി, പ്രകാശിക്കപ്പെട്ടവരായി തിരുമുൻപാകെ നിൽക്കാൻ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അവരെ സഹായിക്കണമേ. ഞാൻ ഹൃദയം തുറന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹമായി തീരട്ടെ. അതിലുപരിയായി ഇന്ന് പകൽ ആത്മീയ ദർശനം പ്രാപിച്ചവരായി തിരുമുൻപാകെ നിൽപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ട നന്ദി. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, എനിക്കും നിങ്ങൾക്കും ദൈവം ഒരവസരം കൂടി തരിക ഇന്ന് രാവിലെ ആ കാഴ്ച തിരിച്ചു പിടിക്കാൻ. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തണേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.